ലോകത്താണ്, അവരുടെ ആൺമക്കൾ ഏതൊക്കെയോ ആർഭാടങ്ങളുടെ ലോകത്താണ്, കലാലയങ്ങളുടെ മുറ്റത്ത് നിന്ന് തോന്നിവാസങ്ങളുടെ ലോകത്ത് ആറാടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരി, വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് ഇൽമും ദീനിയായ ചുറ്റുപാടുകളും അറിയേണ്ടത്. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി. വീടിന്റെ അകത്തളത്തിൽ നിന്നാണ് ആത്മീയത വരേണ്ടത്. ലോകത്തുള്ള മഹാന്മാരെ മുഴുവനും സമ്മാനിച്ചതാരാണ്? മഹദികളായ ഉമ്മമാരാണ്. ഈ ലോകത്തേക്ക് ശാഫിഈ ഇമാം തങ്ങളെ സംഭാവന ചെയ്തതാരാ? അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച മുഹമ്മദ് മോനെ കയ്യിൽ പിടിച്ചിട്ട് അതാ പരിശുദ്ധമായ മക്കയിൽ അമ്മാവന്മാരുടെ നാട്ടിലേക്ക് വന്ന് കുഞ്ഞുപ്രായത്തിലെ അറിവിന്റെ ലോകത്തേക്ക് പറഞ്ഞുവിട്ട് ആ കുഞ്ഞുമോനെ ഖുർആൻ പഠിപ്പിച്ച് വലുതാക്കി വലിയ കുഞ്ഞാക്കി കൊണ്ടുവരുമ്പോ അല്ലാഹ് 10 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു മനാഖിബിൽ എഴുതിയില്ലേ, കുഞ്ഞുപ്രായത്തിൽ തന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ മോനെ, മിൻ അയ്യി റഹത്തിൻ അൻത യാ മുഹമ്മദ്. അല്ലയോ മോനെ, മോനേത് സംഘത്തിൽപ്പെട്ട ആളാണ്, ഏത് കൂട്ടത്തിലുള്ള ആളാണ്? ഉടനെ പറഞ്ഞു, മിൻ റഹത്തിക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ തങ്ങളുടെ കക്ഷിയിൽ തന്നെയാണ്, കൂട്ടത്തിലാണ്. എന്നാൽ ഇങ്ങോട്ടൊന്ന് അടുത്ത് നിൽക്കണേ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് വായിൽ തുപ്പിക്കൊടുക്കുകയാണ്. പിന്നീട് ഒരിക്കലും മഹാനവറുകൾ ഒരു നിവേദനവും മറന്നില്ല, ഒരു ഹദീസും അവിടുന്ന് വിട്ടുപോയില്ല, ഒരു പരമ്പരയും അവിടുന്ന് മറന്നുപോയില്ല. ദശലക്ഷക്കണക്കിന് ഹദീസുകളുടെ വലിയ മെമ്മറി ബാങ്കായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ലോകത്തിന് നൽകിയതിലെ വൈറ്റൽ റോള് ആരുടെ കയ്യിലാണ്? അവിടുത്തെ മാതാവിന്റെ കയ്യിലാണ്. ഇമാമുന ശാഫിഈ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ ഓതാൻ വേണ്ടി, മതപഠനത്തിന് വേണ്ടി കൊണ്ടാക്കിയതാരാണ്? അവിടുത്തെ ഉമ്മയാണ്. മകന്റെ പഠന പുരോഗതി അതാത് സമയത്ത് വിലയിരുത്തിയിട്ട് മകന്റെ അടുക്കൽ മസ്അല ചോദിച്ചു വിടുന്ന രംഗങ്ങൾ മനാഖിബുൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, പല പ്രഭാഷണങ്ങളുടെ സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രം നൂറുകണക്കിന് മണിക്കൂറുകൾ സംസാരിച്ച സീഡികളുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ പിറന്ന ഇമാമുന ശാഫിഈ തങ്ങൾ, അറിവിന്റെ തറവാട്ടിൽ പിറന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി, ഇമാം ബുഖാരി റഹിമഹുമുല്ലാഹ്, എല്ലാ മഹാന്മാരെയും ലോകത്തിനു നൽകിയതിൽ വലിയ സംഭാവന ആരുടേതാണ്? അവരുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് എന്റെ സദസ്സ് ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ കൈത്തണ്ടയിലിരിക്കുന്ന ഓമന മക്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിപാലിക്കണേ. അവരുടെ കൊരുന്ന മനസ്സുകളിൽ ഈമാനിന്റെ വിചാരം നിങ്ങൾ നൽകണേ. കണ്ടില്ലേ, ഇമാമു തുസ്തുരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സഹ്ല് ബിൻ അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു 3 വയസ്സുള്ളപ്പോൾ പായിൽ കിടന്ന് കളിക്കുന്ന പ്രായം. അവിടുത്തെ അമ്മാവനാണ് മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. ആ മുഹമ്മദ് ബിൻ സിവാർ എന്ന അമ്മാവൻ ചോദിക്കുന്ന, മോനെന്ന് അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൂടെ മോനെ? എന്താണ് ദിക്ർ ചെയ്യേണ്ടത്? അല്ലാഹു ഷാഹിദി
അല്ലാഹു മഈ അല്ലാഹു നാദിരി. അല്ലാഹു എന്നെ അറിയുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, അവൻ എല്ലാത്തിനും സാക്ഷിയാണ്. ദിവസേന 3 പ്രാവശ്യം മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. അല്പനാള് കഴിഞ്ഞപ്പോൾ 3 പ്രാവശ്യം നാവ് കൊണ്ട് പറയാൻ തുടങ്ങി. പിന്നീട് 7 പ്രാവശ്യം മൊഴിയാൻ തുടങ്ങി. പിന്നീട് 11 പ്രാവശ്യം പറയാൻ തുടങ്ങി. 3 വയസ്സുള്ള കുട്ടിപ്രായത്തിൽ തുടങ്ങിയതാണ്. ആ സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, 11 പ്രാവശ്യം ഞാൻ എന്നും അത് ചൊല്ലാനങ്ങ് തുടങ്ങിയപ്പോൾ അതാ എനിക്കൊരു ആത്മീയമായ മധുരം, ഒരു ഹലാവ അനുഭവപ്പെടുകയാണ്. ഹദീസിലില്ലേ, ഖദ് ദാഖ തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. അല്ലാഹു റബ്ബായി പൊരുത്തപ്പെടാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പൊരുത്തപ്പെടാൻ, തൃപ്തിപ്പെടാൻ, അല്ലാഹുവിന്റെ മതത്തെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? അതല്ലേ നമ്മുടെ മുൻഗാമികൾ ഇവിടെ പതിവാക്കി വന്ന ഹദ്ദാദിലുള്ളത്. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ഇന്നാ ഹദ്ദാദ് ചൊല്ലാൻ ആളില്ല, ഈമാനിന്റെ രുചി അനുഭവിക്കാൻ ആളില്ല. ഞാൻ പറഞ്ഞു വന്നിടത്തേക്ക് വരാം. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ അതാ മറികടന്ന് ജയിക്കാൻ വേണ്ടി പോയ പെണ്ണ് പരാജയപ്പെട്ട് മടങ്ങി വന്നപ്പോ ഭർത്താവ് ചോദിക്കുകയാണ്, അല്ല എന്ത് പറ്റി മോളെ? അപ്പോഴാണ് പറയുന്നത്, നമ്മളൊന്നും ബുദ്ധിയില്ലാത്തവരാണ്, നമ്മള് ഭോഷന്മാരാണ്, അവര് ബുദ്ധിമാന്മാരാണ്. അല്പ ദിവസം കഴിയുമ്പോ ആ ഭർത്താവ് പറയുകയാണ്, മാലി വലി ഉബൈദ് ഇബ്നു ഉമൈർ. വേണ്ടായിരുന്നു, ഉബൈദ് ഇബ്നു ഉമൈറിനോട് കളിക്കേണ്ടതില്ലായിരുന്നു. എന്താ കാരണം? കാനത്ത് കുല്ല ലൈലത്തിൻ അറൂസാ, അവൾ എന്നും മണവാട്ടിയായി അരമനയിലേക്ക് വരുന്ന പെണ്ണായിരുന്നു. സയ്യറഹാ റാഹിബാ, ഉബൈദ് ഇബ്നു ഉമൈറിനെ പരീക്ഷിക്കാൻ പോയി വന്നതിൽ പിന്നെ അവള് മുസല്ലയിലാണ്, അവളെ എനിക്ക് പോലും കിട്ടുന്നില്ല. മുഅ്മിനീങ്ങളെ അറിയണേ, ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താണ്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിനെ ഭയക്കുകയാണ്, അല്ലാഹുവിനെ പേടിയാണ്, അവന്റെ നിയമത്തെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മൾ അരക്കിട്ടുറപ്പിക്കണം. അല്ലാഹുവിനെ അറിയണം. എന്തൊരു രക്ഷിതാവാണ്, എത്ര വലിയ ഔദാര്യവാനാണ്, എല്ലാം നൽകുന്ന രക്ഷിതാവാണ്, അവനെ മറക്കണ്ട. രണ്ടാമതായി തുഅ്മിന ബില്ലാഹി വ മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളെ നിങ്ങൾ അറിയണം, വിശ്വസിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ, അസ്രായീൽ തുടങ്ങിയ മലക്കുകളെ നമുക്കറിയാം. ആ മലക്കുകൾ എന്ന ഒരു വിഭാഗം സൃഷ്ടികളുണ്ട്. പ്രകാശത്താൽ അല്ലാഹു തആല പടച്ചതാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിച്ചതിനെതിരെ അവരൊന്നും ചെയ്യില്ല. കൽപ്പിക്കപ്പെട്ടത് അവർ കൃത്യമായി ചെയ്യുന്നവരാണ്. വയഫ്അലൂന മാ യുഅ്മറൂൻ. കൂട്ടുകാരാ,
ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ ഓരോ വർത്തമാനങ്ങളും അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വാക്കും റഖീബ് അതീദ് രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്താത്ത ഒരു വാക്കുമില്ല, ഒരു വർത്തമാനവും ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ മൊബൈൽ ഫോണിൽ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ടാവും. ആ സംഭാഷണം നടത്തിയത് മുഴുവനും നമ്മൾ ഉപയോഗിച്ച മൊബൈൽ കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 90 ദിവസം വരെ അത് കൃത്യമായി സൂക്ഷിക്കും. സാധാരണ പൗരന്മാരുടേത്, VIP-കളുടേതാണെങ്കിൽ പിന്നെയും കരുതി വെക്കും. ഇവിടത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വന്നാൽ കൊടുക്കാൻ ഈ ഒരു സംവിധാനം ഭൗതിക ഭരണ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെങ്കിൽ ലോകാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും മുഴുവൻ സംഭാഷണങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. നാളെ നന്മകൾ അധികരിച്ച ആളുകളുടെ ഗ്രന്ഥം വലതുകൈയിൽ നൽകുന്നതാണ്. ഗ്രന്ഥമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇന്ന് ഏതൊക്കെയോ പുതിയ സംവിധാനങ്ങളുണ്ട്. ഒരു ലൈബ്രറി തന്നെ ഒരു വിരൽ തുമ്പോളം വലിപ്പമുള്ള ചെറിയ ചെറിയ ഡിവൈസുകളിൽ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മെമ്മറി ചിപ്പുകളിൽ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നാനോ ചിപ്പുകളിൽ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ സംവിധാനം അതിനേക്കാൾ എത്രയോ അത്ഭുതകരമായിരിക്കും. റബ്ബിന്റെ അടുക്കൽ സംവിധാനമുണ്ട്. കിതാബും മർഖൂം. അതിന് നേരെ ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ ഡിജിറ്റൽ ബുക്ക് എന്ന് പറയാം. അങ്ങനെയാണ് നല്ല. അതിന്റെ നേരെ വേർബൽ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ കിതാബുൻ മർഖൂം, ഡിജിറ്റൽ ബുക്ക്. ഇന്ന് ലോകത്തെ മുഴുവനും ഡിജിറ്റൽ ബുക്ക് ഉപയോഗിക്കുന്ന കാലമാണ്. ഈ ബുക്കുകൾ, ഐ ബുക്കുകൾ. ഈ ഒരു കാലത്ത് ഇതിനേക്കാൾ വലിയ സംവിധാനം അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാൻ നമുക്കറിയില്ല. അല്ലാഹു അഅലം ബിമുറാദി. ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ കയ്യിൽ ബുക്ക് എന്ന് പറഞ്ഞാൽ അത് പുതിയ പുതിയ സംവിധാനങ്ങളുടെ ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാഷണം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ നിയമസഭ ഇളകുകയും ആടുകയും കുലുങ്ങുകയും ചിലപ്പം മീറ്റിംഗ് മുടങ്ങുകയും എല്ലാം ചെയ്യാൻ ഏതോ ചില പെൺപിള്ളേരുടെ ഫോൺ കോളിന്റെ റെക്കോർഡുകളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാഷാ അല്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് മൊബൈലിലൂടെയുള്ള സംവിധാനമല്ല. രാത്രിയായാലും പകലായാലും ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും മുഴുവനും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാളെ നമ്മുടെ വർത്തമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പുസ്തകം നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് പറയുന്നതാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം ഇതിൽ വന്നിട്ടുണ്ടല്ലോ റബ്ബേ. ഇന്ന് ചില മന്ത്രിമാര്, MLA-മാര്, രാഷ്ട്രീയ നേതാക്കൾ, ഓഫീസർമാര് പറയും പോലെ കോഴ കൊടുത്തതും വന്നല്ലോ, കോഴ കൊടുക്കാൻ പറഞ്ഞതും വന്നല്ലോ, അത് കേട്ടു നിന്നതും വന്നല്ലോ എന്ന് കോടതി മുറികളിൽ മെമ്മറി ചിപ്പുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ പുതിയ പുതിയ കാര്യങ്ങളും അല്ലാഹുവിനെ അറിയിച്ചു തരാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല പടച്ചിട്ടുള്ള പ്രത്യേക മഹാന്മാരാണ് മലായികത്തുർ റഹ്മാൻ. അവരുടെ നേതാവാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കണം, കിതാബുകളിൽ നിങ്ങൾ വിശ്വസിക്കണം.
4 കിതാബുകളിൽ 4-മത്തേതാണ് ഖുർആൻ. ലോകത്തെ വേണ്ടതെല്ലാം ഖുർആനിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. മാ ഫറത്നാ മിനൽ കിതാബി മിൻ ശൈഇ, ഒന്നും ഒഴിയാതെ എല്ലാം ചർച്ച ചെയ്ത വേദമാണ് ഖുർആൻ. ഉമ്മമാരെ, ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണേ. ഇന്ന് വീട്ടിൽ എത്ര മുസ്ഹഫുകളാണ്, മൊബൈലിൽ എത്ര മുസ്ഹഫിന്റെ സോഫ്റ്റ്വെയറുകളാണ്, പക്ഷേ പാരായണം ചെയ്യാൻ ആളില്ല. സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ ഖബറിലെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. കണ്ടില്ലേ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തൊഴു വഴിയിൽ പോകുമ്പോ ഖൈമ കെട്ടാൻ വേണ്ടി ആ ഖൈമയുടെ കാല് കുഴിച്ചിടാൻ ഒരു കുഴിയെടുക്കുമ്പോ ഒരു ഖബറങ്ങ് പൊളിഞ്ഞുപോയി. ഖബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്. ഉടനെ വന്നുകൊണ്ട് സ്വഹാബത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, സൂറത്ത് ബി ഖുർആനി ഹേ, ഓ സീറത്ത് ബി ഖുർആനി ഹേ, ज़मीनो ज़मान तुम्हारे लिए, मकीनो मकान तुम्हारे लिए, चुनी वो चुना तुम्हारे लिए, बने दो जहां तुम्हारे लिए. ഈ ഉലകമാകമാനം പുണ്യപ്രവീണരുടെ പ്രീതിക്ക് വേണ്ടി പടച്ചതാണ്. അങ്ങനെയുള്ള മുത്തൊളി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ ടെന്റ് കെട്ടാൻ വേണ്ടി കുഴിയെടുക്കുന്ന സമയത്ത് ഒരു ഖബർ പൊളിഞ്ഞുപോയി. ആ ഖബറിന്റെ ഉള്ളിൽ ഇരുന്ന് ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മരിച്ചോര് ഖുർആൻ ഓതൂല എന്നല്ല, മരിച്ചാള് മണ്ണായി പോയില്ലേ എന്നല്ല. ഹബീബായ തങ്ങളുടെ മറുപടി, ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ, അത് ഖബറിൽ നിന്നുള്ള രക്ഷയാണ്, ശിക്ഷയെ തൊട്ടുള്ള കാവലാണ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മളെ പതിവാക്കിയാൽ അത് നമുക്ക് ഖബറിൽ നിന്നുള്ള രക്ഷയാണ്, ശിക്ഷയെ തൊട്ടുള്ള കാവലാണ്. സൂറത്തുൽ വാഖിഅ പതിവാക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാവലാണ്. സൂറത്തുൽ തൗഹീദ്, ഇഖ്ലാസ് സൂറത്തിനെ ഇഷ്ടം വെക്കുകയും ഏറെയായി പാരായണം ചെയ്യുകയും ചെയ്താൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരാൾ മരണത്തിന്റെ രോഗശയ്യയിൽ കിടന്ന് 1000 വട്ടം ഇഖ്ലാസ് ഓതിയാൽ ഹുസ്നുൽ ആഖിബത്ത് കിട്ടുന്നതാണ് എന്ന് മഹാന്മാരെഴുതിയില്ലേ. പ്രായമേറിയ ഉപ്പമാര് ഉമ്മമാര് രോഗശയ്യയിൽ കിടക്കുമ്പോ കഴിയുന്നവര് സൂറത്തുൽ ഇഖ്ലാസ് ഏറെ ഓതട്ടെ, അത് അന്ത്യം നന്നാവാനുള്ളതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, സ്വഹാബികളിൽ നിന്നുള്ള ഒരു മഹാൻ ഒരു പ്രവിശ്യയിലെ ഇമാമാണ്. ആ ഇമാമിനെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് വരുന്നു നബി തങ്ങളുടെ അടുക്കൽ. എന്താണ് കംപ്ലൈന്റ്? യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഇമാം ഏത് സൂറത്ത് ഓതിയാലും ഖുൽ ഹുവല്ലാഹു അഹദ് അതിന്റെ കൂടെ ചേർത്ത് ഓതുന്നുണ്ട് എന്ന കംപ്ലൈന്റ് വന്നപ്പോ ഇമാമിനെ വിളിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് കാര്യം?
അപ്പോൾ ആ ഇമാം പറഞ്ഞു, എനിക്ക് ആ സൂറത്തിനോട് വലിയ ഇഷ്ടമാണ് നബിയേ, സൂറത്തുൽ ഇഖ്ലാസിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടം വെച്ചത് നിങ്ങളെ സ്വർഗത്തിൽ കടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നന്നായി ഇഷ്ടം വെച്ചോ, ഏറെ പാരായണം ചെയ്തോ. ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്, ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആൻ അറിയാനുള്ളതാണ്. ലോകത്തിന് മുഴുവനും മുമ്പിലുള്ള മഹാത്ഭുതമാണ് ഖുർആൻ. അതിന്റെ പാരായണം തന്നെ എന്തൊരു മധുരമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഓതിയില്ലേ മഹാനായ ഹാത്തമുൽ സമ്മതങ്ങൾ പറഞ്ഞതുപോലെ, നളർത്തു ഇലാ അല്ലാഹുവിന്റെ കലാമിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഒരു അറബി ഇസ്ലാമിലേക്ക് വന്നു, ഖുർആൻ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് മറ്റൊരു സ്വഹാബി അതാ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ. അവസാനം വരെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് മതി, വേണ്ടതെല്ലാം ഇതിൽ നിന്ന് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു സംഭവം. അവിടുന്ന് പറഞ്ഞു, അറാബി വേണ്ട പോലെ പാഠം ഉൾക്കൊണ്ട ആളാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നമ്മൾ വളരെ പിന്നിലായി പോയി. എല്ലാവരുടെയും മൊബൈലിൽ ഉണ്ട്, പക്ഷേ പാരായണം ചെയ്യാൻ ആളില്ല. നൂറുകണക്കിന് വാട്സപ്പിന്റെ മെസ്സേജ് നമ്മളെ കൈകാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു 10 ആയത്തോതാനുള്ള നേരമില്ല. അവിടെ ഒന്നറിയണേ, അല്ലാഹുവിന്റെ മഹാ സൃഷ്ടി വൈഭവത്തെ നമ്മൾ ആലോചിക്കണം. ഈ ഒരു കൈപ്പത്തി കൊണ്ട് മറച്ചു പിടിക്കാൻ പറ്റുന്ന ഏരിയയല്ലേ മുഖം. ഈ മുഖത്തിൽ തന്നെ കോടാനകോടി വൈവിധ്യം വെച്ച റബ്ബ് എന്തൊരു സൃഷ്ടാവാണ്. ഒരാളെ പോലെ വേറൊരാളുമില്ല. ഒരു കൈ കൊണ്ട് പൊത്തി മറയ്ക്കാൻ പറ്റുന്ന ഏരിയയല്ലേ മുഖം. ഈ മുഖത്തിൽ കോടാനകോടി വ്യക്തികളുടെ വൈവിധ്യം. ഒരാളെ പോലെ മറ്റൊരാൾ ഈ സദസ്സിലില്ല, ഈ സ്റ്റേറ്റിലില്ല, ഈ രാജ്യത്തില്ല. ആരാണ് ഇതിന്റെ സൃഷ്ടാവ്? അവനാണ് മഹാനായ അല്ലാഹ്. ഈ ചെറിയ ഒരു തമ്പ് ഇംപ്രഷനിൽ കോടാനകോടി ആളുകളുടെ ഐഡന്റിഫിക്കേഷൻ വെച്ച റബ്ബ്, ആ റബ്ബിനെ ആലോചിച്ചിട്ടുണ്ടോ മോനെ? ഒരാളുടെ തമ്പ് ഇംപ്രഷൻ പോലെ വേറെ ഒരാളുടെ തമ്പ് വരുന്നില്ല, വിരലടയാളം വരുന്നില്ല. അല്ലാഹുവിന്റെ വലിയ ഹിക്മത്ത് ആലോചിച്ചു നോക്ക്. നമ്മളെ സാധാരണ എയർപോർട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ ഐ സ്കാൻ ചെയ്യാറുണ്ട്, ആളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. വിരലടയാളം എടുക്കാറുണ്ട്, ആളെ തിരിച്ചറിയാനാണ്. പക്ഷേ ഒരാള് മരണപ്പെട്ട നിമിഷം കഴിഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള ഐഡന്റിഫിക്കേഷൻ അവസാനിച്ചു പോയി. നിമിഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഒരു വെളിച്ചം, ഒരു ലൈറ്റ് ഇവിടെ നിന്ന് പോകും. പിന്നെ അയാൾ ഐ സ്കാൻ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ദിവസങ്ങൾ കഴിയുമ്പോൾ അയാളുടെ തമ്പ് ഇംപ്രഷനും നഷ്ടപ്പെട്ടു പോയി. ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ വർഷം മിനായിലെ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകളുടെ തമ്പ് ഇംപ്രഷനുള്ള സാഹചര്യം നഷ്ടമായി. പിന്നെ അവിടുത്തെ ഗവൺമെന്റ് എന്തു ചെയ്യാനാണ്? പിന്നെ അവിടുള്ള സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്യാനാണ്? അല്ലാഹുവല്ലേ പരമാധികാരി. ഇനി ആളുകളെ തിരിച്ചറിയാൻ ഒരു മാർഗമേ ഉള്ളൂ, അത് DNA ടെസ്റ്റാണ്.
എത്ര നേരം വൈകിട്ടാണ് DNA ഐഡന്റിഫിക്കേഷൻ നടക്കുന്നത്? നാട്ടിൽ നിന്ന് സാമ്പിൾ അയച്ചു കൊടുക്കുകയാണ്. അവിടെയുള്ള റിലേറ്റീവ്സിന്റെ DNA സാമ്പിൾ എടുക്കുകയാണ്. എന്നിട്ട് ഈക്വലൈസ് ചെയ്ത് നോക്കുകയാണ്. ഇതെല്ലാം ഒരുക്കി വെച്ചവനാരാണ്? അവനാണ്. സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാത്തിലാ. ഇതെല്ലാം വളരെ തന്ത്രപരമായി സംവിധാനിച്ചു വെച്ച റബ്ബ്. ആ റബ്ബിനെ ആലോചിക്കുകയും അവൻ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമായി പഠിപ്പിച്ച ഗ്രന്ഥമാണ് കലാമുല്ലാഹ്. അത് പാരായണം ചെയ്യണേ. നമ്മുടെ മക്കൾക്ക് ഇന്ന് നന്നായി ഖുർആൻ ഓതാൻ അറിയുമോ? ഖുർആൻ മനഃപ്പാഠമാക്കാൻ താല്പര്യമുള്ളവർ എവിടെ? أن تؤمن بالله وملائكته وكتبه ورسله. അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കലാണ്. അല്ലാഹു തആല പ്രത്യേകം കാലേ കൂട്ടി തിരഞ്ഞെടുത്ത മഹാന്മാരാണ് മുർസലീങ്ങൾ. ലക്ഷത്തിൽ പരം വരുന്ന മഹാന്മാരെ അല്ലാഹു നിയോഗിച്ചു. പക്ഷേ ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. सबसे आला व औला हमारा नबी, अपने मौला का प्यारा हमारा नबी. सबसे ऊंचा व ऊंचा हमारा नबी, सबसे आला व अगला हमारा नबी. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ മുർസലീങ്ങളുടെയും നേതാവ്, എല്ലാ അമ്പിയാക്കളുടെയും നേതാവ്. ആ നബി തങ്ങളുടെ ഉമ്മത്തായി നമ്മളെ പടച്ചു എന്നത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ആ ഹബീബ് ആരാണെന്നറിഞ്ഞ് നന്നായി ആ ഹബീബിലേക്കൊന്ന് ലയിക്കണം. അറിയുമോ? ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രേഖയാണ്. ഹബീബായ തങ്ങളുടെ മാനസികാവസ്ഥകളെ വായിക്കാൻ ഖുർആൻ മതി. ഖുർആനിൽ ഒരു പേജോളം വലിപ്പമുള്ള ആയത്തുണ്ട്. അത് വിഷയത്തിന്റെ ഗൗരവം അറിയിക്കുകയാണ്. എന്നാൽ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഹബീബായ തങ്ങളോട് കൊച്ചു വർത്തമാനം പറയുന്ന സൂക്തങ്ങൾ അത് ഹബീബിനോടുള്ള വാത്സല്യത്തിന്റെ പ്രകാശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ രേഖയാണ് ഖുർആൻ. സാധാരണ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അൽ ഫുർഖാനിന്റെ സമ്മേളനം നടക്കുമ്പോ ക്ഷീണിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തകന്റെ അടുക്കലേക്ക് ചെന്നിരുന്നിട്ട് അതാ ഒരു സഹപ്രവർത്തകൻ ചോദിക്കുകയാണ്, അല്ല സമ്മേളനമല്ലേ, നമുക്ക് പോകേണ്ടതില്ലേ, പ്രചരണം നടത്തേണ്ടതില്ലേ എന്ന് കൊച്ചു കൊച്ചു വർത്തമാനം പറയും പോലെയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഹബീബായ തങ്ങളുടെ മനോഹരമായ അവിടുത്തെ വാത്സല്യത്തിന്റെ പ്രകാശനമാണ് ഖുർആൻ. ഓരോ ആയത്തിന്റെ ആശയത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുണ്ട് എന്ന് അഹ്മദ് യാറഖാൻ അൻ-നഈമിയുടെ ഷാനെ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. യൂസുഫ് അൽ-ഗിമാരി അൽ-ഹസനിയും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാർ, അറിയണം, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് തങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം, തങ്ങളോടുള്ള സ്നേഹം വേണം, അവിടത്തോടുള്ള ബന്ധം വേണം. ഹബീബായ തങ്ങൾ ആരാണ്? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹ് വ ഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്?
മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും, അവിടുന്ന് സാധാരണയായ ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ പിതാവല്ല. അറബികൾ സാധാരണ ഇന്നയാളുടെ വാപ്പ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ പരിചയപ്പെടുത്തപ്പെടേണ്ടയാളല്ല. പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അന്ത്യപ്രവാചകരാണ്. ഇനി ഒരു നബി വരാനില്ല. ഇപ്പോൾ വന്നതിൽ വെച്ച് അവസാനത്തേതാണ്. അതുകൊണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി തഖ്വയോടെ ജീവിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് കാണണ്ടേ? നബി തങ്ങളോട് നമുക്കുള്ള കടമ എന്താണ്? അൽ ഈമാനു ബിഹി, തങ്ങളെ വിശ്വസിക്കലാണ്. വൽ ഇത്തിബാഉ ബിസുനനിഹി, അവിടുത്തെ ചര്യകളെ പിൻപറ്റലാണ്. എല്ലാവരെക്കാളും സ്നേഹിക്കലാണ്. അമ്മമാരെ, നമ്മുടെ മക്കളെ മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്തണം. ആ മഹബത്തിലായി അവരെ വളർത്തിക്കൊണ്ടുവരണം. അവസാനം ഈ ലോകത്ത് വെച്ചുകൊണ്ട് പലതവണ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിലൊന്ന് കാണണ്ടേ? മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖമെന്ന് കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഈമാൻ കാര്യമാറും വിശദാംശങ്ങളോടെ പഠിക്കണം. പണ്ട് മദ്രസയിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ജനങ്ങൾ ആ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇസ്ലാം കാര്യം അടിസ്ഥാനപരമായ